നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോഴേ ഇന്ന് ഒരല്പം പണിയിലാണേ. എന്താണെന്ന് വെച്ചാലേ, ഞാൻ കഴിഞ്ഞ വർഷം നട്ട ചേന, ഇപ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യം നട്ട ചേന കിളയ്ക്കാൻ മറന്നുപോയായിരുന്നു. ഇവിടെ ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ നട്ട സ്ഥലത്ത് തന്നെ കുറേ ചേന നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മൂടൊക്കെ പട്ട് ഓരോന്നും കിളച്ച സമയത്തേ ഇതിനകത്തൊരു ചേന മിസ്സായി, കിളയ്ക്കാനും കൊണ്ട് മിസ്സായി. പക്ഷേ അത് ഇപ്രാവശ്യം അത് നല്ല രീതിക്ക് കിളിച്ച് കയറി വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ഒരു മൂടും കൂടെ കിളയ്ക്കാനുണ്ടായിരുന്ന വിവരമേ. അങ്ങനെ വീണ്ടും പോച്ച കയറി. ഓണത്തിന് മുന്നേ മുതലേ തുടങ്ങിയ മഴയില്ലയോ, വലിയ കാടായി. ഇതിൻ്റെ മൂട് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കുറേ ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഇതിൻ്റെ മൂട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടേ. ഞാനൊരല്പം ടയേർഡാണ്. കാര്യമെന്ന് പറഞ്ഞാൽ താഴെ ഏത്തവാഴയുടെ വിത്തും ഞാലിപ്പൂവിൻ്റെ വിത്തൊക്കെ പിരിച്ചു വയ്ക്കാനുണ്ടായിരുന്നു. പിരിച്ചിട്ട് അത് നട്ട് കുറേശ്ശെ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ വൈകിട്ട് 2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, സമയം പോലെ 3ഉം 4ഉം വിത്ത് വെച്ച് നമ്മൾ പിരിച്ചിട്ട് നടുക. അങ്ങനെ നട്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നതേ ഈ ചേന നിൽക്കുന്ന ഭാഗം കണ്ടുപിടിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടി. കാര്യം ഞാൻ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വേണ്ടേ നമ്മൾ കിളയ്ക്കാനും കൊണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ പോച്ച കയറി. പോച്ച എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെയും പറയുന്നത് പോലെ തന്നെ ഈ മഴ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അമൃത് കിട്ടുന്നത് പോലെ പോച്ചയ്ക്കൊക്കെ. നമ്മൾ എത്ര വെള്ളം കോരി കൃഷി ചെയ്താലും ശരി, അത് അത്ര ഫലപുഷ്ടിയോടുകൂടി വരത്തില്ല. അതേസമയം ഇങ്ങനെ മഴ പെയ്യുവാണെങ്കിലേ എന്തൊരു പോച്ചയല്ലേ. അപ്പം നമുക്കിതൊന്ന് കിളയ്ക്കാം. മോശമെന്ന് പറഞ്ഞാൽ ചേന കൃഷിയിൽ വളരെയധികം മോശമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചേനയൊക്കെ പലർക്കും ചെറുതാണ് കിട്ടുന്നത്. എത്ര വളമിട്ട് നട്ടിട്ടും ചെറുതാണ് കിട്ടുന്നത്. പല കർഷകരും അതാ പറയുന്നത്. അപ്പം നമ്മളിത് ഈ ചേനയൊന്ന് നമുക്കൊന്ന് കിളച്ച് നോക്കാം. ഞാൻ ഇപ്രാവശ്യം നട്ട ചേന കിളച്ചപ്പോൾ ഒരു 3 കിലോ 4 കിലോ അല്ലെങ്കിൽ 2.5 കിലോ അങ്ങനെയൊക്കെയുള്ള ചേനകളാണ് കിട്ടിയത്. അപ്പോഴേ നമുക്കിതൊന്ന് എന്തുവാന്നേലും ഒന്ന് കിളച്ച് നോക്കാം. ഇതിൻ്റെ തടയൊക്കെ കണ്ടിട്ട് ഇത് വലിയ ചേനയാവാനാണ് സാധ്യത. ഒന്ന് നോക്കാമേ. നമുക്കിതൊന്ന് കിളച്ച് നോക്കാം. അതാണ്ട ചേന ആണ്ടേ. അപ്പോൾ ദാണ്ടെ നമ്മുടെ ചേന കിട്ടിയിട്ടുണ്ട്. ഒരു 5 കിലോ പുറത്തേന് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് കഴുകി എടുത്ത് നോക്കാം. ഇതാണ്ട ഫ്രണ്ട്സ്, നമ്മുടെ ചേന നല്ല കഴുകി കൂട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി ഇത് കമത്തി വെക്കണം. കണ്ണ് കുത്തി കളഞ്ഞിട്ട് കമത്തി വെക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.